Hello everyone, welcome to Competitive Cracker. ഞാൻ ഡോക്ടർ രമ്യ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സർഫസ് അനാലിസിസ് ടെക്നിക്കിൽ വരുന്ന സെമ്മിനെ പറ്റിയിട്ടാണ്. സെം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ് നമ്മൾ സെം എന്ന് പറയുന്നത്. എന്താണ് സെം? സിമ്പിളായിട്ട് പറഞ്ഞാൽ സെം എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പാണ്. പക്ഷേ കുറച്ച് അഡ്വാൻസ് ലെവലിലുള്ള ഒരു മൈക്രോസ്കോപ്പ്. എന്താണ് ഇതിൻ്റെ അഡ്വാൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ, സാധാരണ മൈക്രോസ്കോപ്പിൽ നമ്മളൊരു സ്പെസിമെനെ വ്യൂ ചെയ്യാനായിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? നമ്മൾ ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ലൈറ്റിന് പകരം നമ്മുടെ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോക്കസ്ഡ് ബീം ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഒരു ഫോക്കസ്ഡ് ബീം ഓഫ് ഇലക്ട്രോൺസ് യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ സാമ്പിൾ സ്പെസിമെനെ വ്യൂ ചെയ്യുന്നു. അതാണ് സെമ്മിൻ്റെ പ്രത്യേകത. അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി അല്ലേ. അപ്പം ഇതൊരു മൈക്രോസ്കോപ്പ് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ ഇവിടെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ലാർജ്ലി മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കാണുന്നതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ ഇമേജസ് ഒന്നുമല്ല. ഇത് ചിലപ്പോൾ നമ്മുടെ സ്റ്റാർച്ച് പാർട്ടിക്കിൾസ് ഒക്കെ ആയിരിക്കും. നമുക്കറിയാം, നമുക്ക് കാണാൻ പറ്റാത്തത്രയും ചെറിയ പാർട്ടിക്കിൾസ് ആണ്. അവരെയൊക്കെ ഇത്രയും മാഗ്നിഫിക്കേഷൻ ചെയ്യാൻ നമ്മുടെ സെമ്മ പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് പ്രത്യേകം ഓർത്തു വെച്ചേക്കുക. എ ഫോക്കസ്ഡ് ബീം ഓഫ് ഇലക്ട്രോൺ. അത് യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ സാമ്പിളിനെ മാഗ്നിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് കുറച്ച് സെം ഇമേജസ് ആണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് നമുക്ക് സെമ്മിൻ്റെ ഇമേജസ് വ്യൂ ചെയ്യാൻ പറ്റുന്നത്. വളരെ മനോഹരമായ കുറേ ഇമേജസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ സെമ്മിലോട്ട് വരുവാണെങ്കിൽ, സെം ഒരു റാസ്റ്റർ സ്കാനിങ് പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. എന്താണ് ഈ റാസ്റ്റർ സ്കാനിങ് എന്ന് പറയുന്നത്? ഈ റാസ്റ്റർ സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമേജിനെ ഡിസ്പ്ലേ ചെയ്യുന്നതും എല്ലാം ഏതായിരിക്കും? ഒരു റെക്ടാങ്കുലർ പാറ്റേണിലായിരിക്കും. അതിനെയാണ് നമ്മൾ ഈ റാസ്റ്റർ സ്കാനിങ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? അപ്പോൾ സെം യൂസ് ചെയ്യുന്നത് ഒരു റാസ്റ്റർ സ്കാനിങ് മെത്തേഡാണ്. അവിടെ എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ഇലക്ട്രോൺ ബീംസ് യൂസ് ചെയ്യുന്നു. നമ്മളുടെ സർഫസിനെ നമ്മൾ വ്യൂ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ സെമ്മിൽ ചെയ്യുന്നത്. നോക്കിക്കേ, സെം ക്രിയേറ്റ് മാഗ്നിഫൈഡ് ഇമേജസ് ഓഫ് ദ സ്പെസിമെൻ ബൈ പ്രൊവൈഡിങ് എ റെക്ടാങ്കുലർ ഏരിയ ഓഫ് ദ സ്പെസിമെൻ വിത്ത് എ ഫോക്കസ്ഡ് ഇലക്ട്രോൺ ബീം. ആ റാസ്റ്റർ സ്കാനിങ് എന്താണെന്ന് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞേക്കുകയാണ്. ഈ ഒരു പ്രോസസ്സ്, നമ്മളുടെ ഈ ഒരു റെക്ടാങ്കുലർ മാഗ്നിഫിക്കേഷൻ, ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ റാസ്റ്റർ സ്കാനിങ് എന്ന് പറയുന്നത്. ആ വേർഡ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സെമ്മുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് റാസ്റ്റർ സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്ന് പറയുന്നത്, ഇറ്റ് റിലൈസ് ഓൺ ദ സെക്കൻഡറി എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ സർഫസ് ഓഫ് ദ സ്പെസിമെൻ ടു അച്ചീവ് മാഗ്നിഫൈഡ് ഇമേജ്. മനസ്സിലാവുന്നു? അപ്പോൾ ഇവിടെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്പെസിമെൻ ഉണ്ടാവും. ഈ സ്പെസിമെന് നമ്മളുടെ ഇലക്ട്രോൺ ബീമുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് പല ടൈപ്പിലുള്ള എമിഷൻസ് ആ ഒരു സ്പെസിമെനിൽ നിന്നുണ്ടാവും. സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ടാവും, ഓഗർ ഇലക്ട്രോൺസ് ഉണ്ടാവും, ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും, എക്സ്റേസ് ഉണ്ടാവും. ഇതിൻ്റെ എല്ലാം പ്രോപ്പർട്ടീസ് നമ്മൾ ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യും. അങ്ങനെയാണ് നമുക്ക് സ്പെസിമെനിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് മെയിനായിട്ടും കിട്ടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മളുടെ സാമ്പിൾ പ്രിപ്പറേഷൻ, പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയയാണ് നമ്മളുടെ സാമ്പിൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ സെം എന്ന് പറയുന്നത് വാക്വം അറ്റ്മോസ്ഫിയറിലാണ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ബീമിനെ നമ്മൾ നമ്മളുടെ സ്പെസിമെനിൽ ഫോക്കസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേന് അവിടെ സ്കാറ്ററിംഗ് ഒന്നും നടന്ന് ഇലക്ട്രോൺ ബീംസ് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വാക്വത്തിലാണ് ഇതിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പം നോക്കിക്കേ, സെം യൂട്ടിലൈസസ് വാക്വം കണ്ടീഷൻസ് ആൻഡ് യൂസസ് ഇലക്ട്രോൺസ് ടു ഫോം ഇമേജ്. സ്പെഷ്യൽ പ്രിപ്പറേഷൻ മസ്റ്റ് ബി ഡൺ ടു ദ സാമ്പിൾ. അപ്പോൾ നമ്മൾ ഈ വാക്വത്തിൽ, ഹൈ വാക്വത്തിൽ ചെയ്യുമ്പോഴത്തേന് ചില പ്രിപ്പറേറ്ററി കണ്ടീഷൻസ് നമ്മൾ ചെയ്യണം. ആ കണ്ടീഷൻസ് ആണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത്. മനസ്സിലാവുന്നോ? അപ്പം നമ്മളുടെ സാമ്പിളിൽ വാട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മോയ്സ്ചർ കണ്ടന്റിനെ റിമൂവ് ചെയ്യണം. കാരണം നമ്മളുടെ ഈ വാട്ടറില്ലേ, വാട്ടർ നമ്മളുടെ വാക്വത്തിൽ എന്ത് ചെയ്യും? വേപ്പറൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ള മോയ്സ്ചർ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മോയ്സ്ചർ കണ്ടന്റ് എല്ലാം മാറ്റി ഡ്രൈ ആയിട്ട് വേണം നമ്മുടെ സാമ്പിള് നമ്മൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ. ഇനി മെറ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ, മെറ്റൽസിൻ്റെ നേച്ചർ നമുക്കറിയാം, ദേ ആർ കണ്ടക്ടിങ് ഇൻ നേച്ചർ. ഇനി മെറ്റൽസ് കണ്ടക്റ്റിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ചില സാമ്പിൾസ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള സാമ്പിൾസ്, ഇപ്പോൾ ബയോളജിക്കൽ സാമ്പിൾസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവരെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അവരെ കണ്ടക്റ്റിംഗ് ആയിട്ട് മാറ്റേണ്ടി വരും ഈ സെമ്മിനകത്ത്, കേട്ടോ. ഓൾ മെറ്റൽസ് ആർ കണ്ടക്റ്റീവ് ആൻഡ് റിക്വയർ നോ പ്രിപ്പറേഷൻസ് ബിഫോർ ബീയിങ് യൂസ്ഡ്. മനസ്സിലാവുന്നു? അപ്പോൾ ഇവിടെ കണ്ടക്റ്റിംഗ് നേച്ചർ വേണം. കാര്യം ഇലക്ട്രോണിനെ കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടക്റ്റിംഗ് നേച്ചർ നമ്മുടെ സാമ്പിളിന് നമ്മൾ ഇമ്പാർട്ട് ചെയ്യണം. അപ്പോൾ മെറ്റൽസ് ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് യാതൊരു പ്രിപ്പറേറ്ററി മെത്തേഡും അവിടെ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ദേ ആർ ഓൾറെഡി കണ്ടക്റ്റിംഗ്. ഇനി കണ്ടക്റ്റിംഗ് അല്ലെങ്കിൽ നോൺ മെറ്റൽസ് ആയിട്ടുള്ള സാമ്പിൾസ് ആണെങ്കിൽ, ബയോളജിക്കൽ സാമ്പിൾസ് ആണെങ്കിൽ നമ്മൾ അവരെ എന്താക്കണം? കണ്ടക്റ്റീവായിട്ട് മാറ്റണം. ഈ കണ്ടക്റ്റീവായിട്ട് മാറ്റാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് വെച്ച് ഈ ഒരു സാമ്പിളിനെ
കോട്ട് ചെയ്യും. മനസ്സിലായോ? നമ്മൾ സ്പട്ടറിങ് എന്നൊക്കെയാണ് ആ ഒരു പ്രോസസ്സിനെ പറയുന്നത്. ഹൈ എന്ന് വെച്ചാൽ ഹൈ സ്പീഡിൽ നമ്മൾ നമ്മളുടെ ഈ കോൾഡ് ഫോമിലുള്ള മെറ്റൽസിനെ എന്ത് ചെയ്യാണ്, നോൺ മെറ്റാലിക് ആയിട്ടുള്ള സാമ്പിൾസിൽ കോട്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സ്പട്ടറിങ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ ഈ ഒരു സ്പട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ സ്പട്ടർ കോട്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? സാധാരണയായിട്ട് സ്പട്ടറിങ് ചെയ്യുന്നത് ഗോൾഡൊക്കെ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് സ്പട്ടറിങ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ നോൺ കണ്ടക്ടിങ് സാമ്പിൾസിന് എങ്ങനെയാണ് സെമ്മിൽ നമ്മൾ പ്രിപ്പറേറ്ററി മെത്തേഡ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് നമ്മുടെ സെമ്മിന്റെ മെയിൻ പാർട്സ് എന്നാണ്. സെമ്മിന്റെ ഇൻസ്ട്രുമെന്റേഷൻ, ആ മൈക്രോസ്കോപ്പിന്റെ ഇൻസ്ട്രുമെന്റേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ട്, കണ്ടൻസർ ലെൻസുകളുണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, സാമ്പിൾ സ്റ്റേജ് ഉണ്ട്, സ്കാനിങ് കോയിലുണ്ട്, ഡിറ്റക്ടേഴ്സ് ഉണ്ട്. ഇത്രയാണ് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് സെമ്മിൻ്റെ. അപ്പോൾ ആ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഇവിടെ നോക്കുക, ഇതൊരു ഇലക്ട്രോൺ ഗണ്ണാണ്. ശരിക്കും ഈ ഇലക്ട്രോൺ ഗണ്ണാണ് നമ്മുടെ ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഇലക്ട്രോൺ ബീംസിനെ എങ്ങോട്ടാണ് നമ്മൾ ഈ ഇലക്ട്രോൺ ഗണ്ണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ ബീംസ് ഉണ്ട്. അവർ നമ്മളുടെ ആനോഡിലൂടെ കണ്ടൻസർ ലെൻസിൽ വരും. കണ്ടൻസർ ലെൻസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അവിടെ സ്കാനിങ് കോയിൽസ് ഉണ്ട്. ഈ സ്കാനിങ് കോയിൽസ് എന്ത് ചെയ്യും, നമ്മളുടെ ഈ ഒരു സ്റ്റേജിലോട്ട്, ഈ സ്റ്റേജിലാണ് നമ്മൾ സാമ്പിൾ പ്ലേസ് ചെയ്യുന്നത്. അങ്ങോട്ട് നമ്മളുടെ ഇലക്ട്രോൺ ബീമിനെ ഫോക്കസ് ചെയ്യും. ഫോക്കസ് ചെയ്യുമ്പോഴത്തേന് അവിടെ നിന്ന് പലതരത്തിലുള്ള എമിഷൻസ് വരും. ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും, എക്സ്റേസ് എമിറ്റ് ചെയ്യും, അതുപോലെ തന്നെ സെക്കൻഡറി ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഇവരെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വൽ ഡിറ്റക്ടേഴ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കും. ആ ഡിറ്റക്ടറിൽ നമുക്ക് സാമ്പിളിൻ്റെ സർഫസ് ടോപ്പോളജിയും മോർഫോളജിയും സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടും. ഇതാണ് നമ്മുടെ സ്റ്റേജ് എന്ന് പറയുന്നത്. സാധാരണ മൈക്രോസ്കോപ്പിൽ നമ്മൾ എവിടെയാണോ സ്പെസിമെൻ പ്ലേസ് ചെയ്യുന്നത് അതാണ് നമ്മളുടെ സ്റ്റേജ്. അതിലാണ് നമ്മൾ നമ്മുടെ സ്പെസിമെൻ അല്ലെങ്കിൽ നമ്മുടെ സാമ്പിളിനെ പ്ലേസ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. എന്താണ് ഇലക്ട്രോൺ ഗൺ? ഇലക്ട്രോൺ ഗൺ ഞാൻ പറഞ്ഞു, ഇതാണ് ബേസിക് പാർട്ട് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്? റാസ്റ്റർ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ സ്പെസിമെനിലോട്ട് ഇത് ഡയറക്റ്റ് ചെയ്തേക്കുകയാണ്. ശരിക്കും അത് ആദ്യം ചെയ്യുന്നത് നമ്മളുടെ സ്പെസിമെനിലല്ല, അത് നമ്മളുടെ ആനോഡിലേക്കും പിന്നെ കണ്ടൻസർ ലെൻസിലേക്കോ പോയതിനു ശേഷമാണ് നമ്മളുടെ സ്പെസിമെനിൽ എത്തുന്നത്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് തെർമൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഹീറ്റ് കണ്ടീഷനിലാണ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് 3 ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ സോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 3 ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ ഗണ്ണാണ്. ഫീൽഡ് എമിഷൻ ഗണ്ണ്, അതിനെ നമ്മൾ FEG എന്ന് പറയും. ലന്താനം ഹെക്സാബോറൈഡ് ടൈപ്പ് ഗണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്. ടങ്സ്റ്റൺ ഫ്ലെയിം, അങ്ങനെയുള്ള 3 ടൈപ്പ് ഗണ്ണുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നോ? ഇനി നമ്മൾ കണ്ടൻസർ ലെൻസ്, നമ്മളുടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്, ഇലക്ട്രോൺ ഗണ്ണ് ഇലക്ട്രോൺ ബീംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നമ്മളുടെ കണ്ടൻസർ ലെൻസിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ കണ്ടൻസർ ലെൻസ് എന്ന് പറയുന്നത് നമ്മളുടെ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ്, എത്ര എണ്ണം നമ്മളുടെ ഈ ഒരു വാക്വത്തിലുള്ള ആ ഒരു പാത്തിലൂടെ ട്രാവൽ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ കണ്ടൻസർ ലെൻസ് ആണ്. മനസ്സിലാവുന്നു? ഈ കണ്ടൻസർ ലെൻസ് എന്താ ചെയ്യുന്നത്? നമ്മളുടെ സ്പെസിമെനിൽ നമ്മളുടെ ലൈറ്റിനെ ഫോക്കസ് ചെയ്യുക. അത് തന്നെയാണ് ഇതിൻ്റെയും ജോലി എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമ്മളുടെ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസിൻ്റെ ആ ഒരു ഇത് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? കണ്ടൻസർ ലെൻസ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതെന്താണ്? നമ്മളുടെ ഇതെന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രോൺസ് ആണ് നമ്മൾ നമ്മുടെ സാമ്പിളിനെ എന്ത് ചെയ്യുന്നത്, വ്യൂ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? അടുത്തത് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. ഈ ലെൻസ് എന്ന് പറയുന്നത് ഈ നമ്മളുടെ ബീം ഓഫ് ഇലക്ട്രോൺസിനെ ഫോക്കസ് ചെയ്യും, നമ്മുടെ സ്പെസിമെനിലോട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു കണ്ടൻസർ ലെൻസിൻ്റെയൊക്കെ ജോലി എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെയും ശരിക്കും പറഞ്ഞാൽ സാധാരണ ലെൻസ് ചെയ്യുന്ന പോലെ തന്നെ ഫോക്കസ് ചെയ്യുക, ഒരു പാർട്ടിൽ നിന്ന് അടുത്ത പാർട്ടിലേക്ക് ഇതിനെ ഫോക്കസ് ചെയ്ത് എങ്ങോട്ട് എത്തിക്കുക, നമ്മുടെ ഇലക്ട്രോൺ ബീമിനെ നമ്മുടെ സാമ്പിളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യിക്കുക. അത് തന്നെയാണ് കണ്ടൻസർ ലെൻസിൻ്റെയും ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ എല്ലാം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സാമ്പിൾ സ്റ്റേജ് ആണ്. സാമ്പിൾ സ്റ്റേജിലാണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുന്നത്, സാമ്പിൾ എവിടെയാണോ മൗണ്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സാമ്പിൾ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സാധാരണ മൈക്രോസ്കോപ്പി ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിതിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും, നമ്മളുടെ ആ ഒരു ഫോക്കസിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ഉള്ളത് സ്കാനിങ് കോയിൽസ് ആണ്. സ്കാനിങ് കോയിൽസ് ഇതിനു മുമ്പ് പറയേണ്ടതാണ്. അപ്പോൾ സ്കാനിങ് കോയിൽസ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ കോയിൽസ് എന്നൊക്കെ നമ്മളിതിനെ പറയാറുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഡിഫ്ലക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇൻകമിങ് ബീം ഓഫ് ഇലക്ട്രോൺസിന് സർഫസ് ഓഫ് ദ സ്പെസിമെനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്കാനിങ് കോയിലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഈ കാണിച്ചിരിക്കുന്നതാണ് സ്കാനിങ് കോയിൽ എന്ന് പറയുന്നത്. ഈ സ്പെസിമെനിലോട്ട് നമ്മുടെ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുക, ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുക. അതാണ് സ്കാനിങ് കോയിൽ ചെയ്യുന്ന ഡ്യൂട്ടി. ഇനി ഡിറ്റക്ടേഴ്സ് ഉണ്ട്. ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത് സെമ്മിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞു പല ടൈപ്പ് ഓഫ് എമിഷൻസ് സെമ്മിൽ നിന്ന് വരും. ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ്, എക്സ്റേസ്, അതുപോലെ തന്നെ സെക്കൻഡറി ഇലക്ട്രോൺസ്, ഇങ്ങനെ പല എമിഷൻസ്
എമിഷൻസ് വരുന്നത് കൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിറ്റക്ടേഴ്സ് നമ്മൾ സെമ്മിൽ യൂസ് ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ സെക്കൻഡറി ഇലക്ട്രോൺസിനെ ഡിറ്റക്ട് ചെയ്യാനും ബാക്ക് സ്കാറ്റർഡ് ഇലക്ട്രോൺസിനെ ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ലോഗർ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അവരെല്ലാം ഡിറ്റക്ട് ചെയ്യാനായിട്ട് പല ടൈപ്പ് ഡിറ്റക്ടേഴ്സ് നമ്മൾ സെമ്മിൻ്റെ കേസിൽ യൂസ് ചെയ്യാറുണ്ട്. ഈ ഡിറ്റക്ടേഴ്സ് എന്ത് ചെയ്യും, നമുക്ക് മാഗ്നിഫൈഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. മനസ്സിലാവുന്നു? ഇനി സെമ്മിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു, മെയിൻലി നമ്മൾ സെമ്മിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു എക്സ്റേസ്, ബാക്ക് സ്കാറ്റർഡ് ഇലക്ട്രോൺസ് അങ്ങനെ പലതും പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലും നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ടുകൾ എന്ന് പറയുന്നത് നോക്കിക്കേ, സാമ്പിൾ ഔട്ട്പുട്ടുകൾ എന്ന് പറയുന്നത് ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ട്, എക്സ്റേസ് ഉണ്ട്. ഇതാണ് നമ്മൾ മേജറായിട്ടും പല എമിഷൻസ് ഉണ്ടാവുന്നെങ്കിലും ഇവരെ 3ന്റെ കേസാണ് നമ്മൾ സെമ്മിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നത്, മേജറായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ പേര് പോലെ തന്നെ അവർ വരുന്ന ആ ഒരു പാത്തിൽ തന്നെ റിഫ്ലക്റ്റഡ് ബാക്ക് ആണ്. ഇവർ ഇലാസ്റ്റിക് ഇൻട്രാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസിന്റെ കേസിൽ ഇലാസ്റ്റിക് ഇൻട്രാക്ഷൻസ് ആണ് നടക്കുന്നത്. നമ്മുടെ സാമ്പിളും നമ്മുടെ ഈ ബീമും തമ്മിൽ ഇവിടെ സെക്കൻഡറി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരെന്ന് പറയുന്നത് നമ്മുടെ സർഫസിൽ നിന്നാണ്, എന്ന് വെച്ചാൽ കൂടുതൽ ഡെപ്തിലോട്ട് പോകുന്നില്ല. മനസ്സിലാവുന്നു? സെക്കൻഡറി ഇലക്ട്രോൺസ് ഒറിജിനേറ്റ് ഫ്രം ദ ആറ്റംസ് ഓഫ് ദ സാമ്പിൾ. മനസ്സിലാവുന്നു? സാമ്പിളിന്റെ ആറ്റത്തിൽ നിന്നാണ് സെക്കൻഡറി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ ഇൻഇലാസ്റ്റിക് ഇൻട്രാക്ഷൻസിന്റെ ഫലമായിട്ടാണ് ഈ സെക്കൻഡറി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇലാസ്റ്റിക് ഇൻട്രാക്ഷൻസ് ആയിരിക്കും നടക്കുന്നത്. മനസ്സിലാവുന്നു? ഇനി ചില ഇലക്ട്രോൺസ് ഉണ്ട്, അവരെന്ത് ചെയ്യും, നമ്മുടെ എക്സ്റേസ് നമ്മുടെ ആറ്റത്തിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യും, പെനിട്രേറ്റ് ചെയ്ത് പോകും. എന്ന് വെച്ചാൽ ഇന്നർ ഷെല്ലിലോട്ടൊക്കെ പെനിട്രേറ്റ് ചെയ്ത് പോകും. എന്നിട്ട് എന്ത് ചെയ്യും, ഇന്നർ ഷെൽ ഇലക്ട്രോൺസിനെ നോക്കൗട്ട് ചെയ്യും. അവിടെ എന്താണ്, അതിൻ്റെ ഫലമായിട്ട് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള എക്സ്റേസ് എമിറ്റ് ചെയ്യും. അപ്പം ഇതെന്ന് പറയുന്നത് ഈ സാമ്പിളിൻ്റെ പല ഭാഗത്തു നിന്നാണ്. ഇപ്പം സെക്കൻഡറി ഇലക്ട്രോൺസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സാമ്പിൾ സർഫസിൽ നിന്നൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ കുറച്ചുകൂടെ പെനിട്രേറ്റ് ചെയ്ത് പോകും. ഇനി നമ്മുടെ എക്സ്റേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഡീപ്പ് പോർഷൻസ് ഓഫ് ദ ഇമേജിൽ നിന്ന് അല്ലെങ്കിൽ സാമ്പിളിൽ നിന്നാണ് നമ്മുടെ എക്സ്റേസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർ ഓരോന്നും തരുന്ന ഇൻഫോർമേഷൻസും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലാവുന്നു? ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, നമ്മുടെ എക്സ്റേസ് പോലെ ഡീപ്പർ അല്ല എങ്കിൽ പോലും ഡീപ്പർ റീജിയൻസ് ഓഫ് ദ സാമ്പിളിൽ നിന്നാണ് നമ്മുടെ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി ഇലക്ട്രോൺസ് ആണെങ്കിൽ നമ്മുടെ സർഫസ് റീജിയൻസിൽ എന്ന് വെച്ചാൽ നമ്മുടെ സാമ്പിളിൽ നിന്ന് അത് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നില്ല. സർഫസ് ഇൻട്രാക്ഷൻസ് വഴിയാണ് ഈ സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ടാവുന്നത്. ഈ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസും അതുപോലെ തന്നെ സെക്കൻഡറി ഇലക്ട്രോൺസും രണ്ടും ക്യാരി ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് ആണ്. ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ പെനിട്രേറ്റ് ചെയ്തു പോകും. അപ്പോൾ മറ്റേ സർഫസിൽ സെക്കൻഡറി ഇലക്ട്രോൺസ് ആണെങ്കിൽ നമ്മുടെ സർഫസ് ഇൻട്രാക്ഷൻ ആണ്. സോ ദേ പ്രൊവൈഡ് ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ. മനസ്സിലാവുന്നു? ഈ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഇമേജസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഹൈ സെൻസിറ്റിവിറ്റി കാണിക്കും. അതുപോലെ തന്നെ അറ്റോമിക് നമ്പറിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ആ ഇമേജസിന് കാണും. ഹയർ ദ അറ്റോമിക് നമ്പർ ദ ബ്രൈറ്റർ ദ മെറ്റീരിയൽ അപ്പിയേഴ്സ് ഇൻ ദ ഇമേജ്. മനസ്സിലാവുന്നു? അറ്റോമിക് നമ്പർ കൂടിയ ഒരു സാമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇമേജ് കൂടുതൽ ബ്രൈറ്റർ ആയിട്ട്, ഇപ്പോൾ കെമിസ്ട്രി സൈഡാണ് ഞാൻ പറയുന്നത്, കൂടുതൽ ബ്രൈറ്റർ ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യും. ഇനി നമുക്ക് സർഫസ് ഇൻഫോർമേഷൻ മെയിനായിട്ടും സർഫസ് ടോപ്പോളജി അല്ലെങ്കിൽ മോർഫോളജിയാണ് നമ്മുടെ സെമ്മിൽ നിന്ന് നമുക്ക് മെയിനായിട്ടും കിട്ടുന്നത്. എക്സ്റേസ് ആണ് നമുക്ക് ഇൻഫർമേഷൻസ് തരുന്നതെങ്കിൽ എമൗണ്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എലമെൻറ്റ്സ് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസും എന്ത് തരുന്നുണ്ട്, നമ്മുടെ എക്സ്റേസ് തരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒരു സാമ്പിൾ നമ്മളൊരു റിയാക്ഷൻ ചെയ്യുകയാണ്. ആ റിയാക്ഷൻ ചെയ്യുമ്പോഴത്തേനും ഇപ്പോൾ ഏതെങ്കിലും ഒരു സാമ്പിൾ റിയാക്ഷൻ ചെയ്യുകയാണ്. റിയാക്ഷൻ ചെയ്യുമ്പം ആ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് ഈ സാമ്പിൾ സർഫസിൽ ക്രാക്സ് ഉണ്ടാവുന്നു, ക്യാവിറ്റീസ് ഉണ്ടാവുന്നു, സിമ്പിൾ അബ്സോർഷൻ ആണോ നടക്കുന്നത്, അതോ ഇത് അബ്സോർഷൻ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ സാമ്പിളിനെ അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ആ റിയാക്ഷൻ സ്റ്റഡി ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും, നമ്മുടെ സെം ഇമേജിൽ നിന്ന് കിട്ടും. ചില റിയാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ ഇതിന് ഈ ഒരു സാമ്പിൾ സൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ചില സ്ഥലത്താണെങ്കിൽ ആ സാമ്പിൾ സൈസ് ഡിക്രീസ് ചെയ്യും. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ചില സ്ഥലത്ത് നമ്മുടെ സാമ്പിൾ അഗ്രഗേറ്റ് ചെയ്ത് അതിൻ്റെ നമ്പർ കുറയും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും എവിടെ നിന്ന് നമുക്ക് കിട്ടും, നമ്മളുടെ ഈ സെമ്മിൽ നിന്ന് കിട്ടും. അപ്പം നമ്മളുടെ സെറ്റ് എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടി വരുന്നൊരു സമയമാണ്. കാര്യം അധ്യാപക യോഗ്യതകൾക്കെല്ലാം മാനദണ്ഡങ്ങൾ മാറുന്നുണ്ട് നമ്മുടെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ സെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എക്സാമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് വളരെ വലിയൊരു ഹ്യൂജ് സിലബസ് ആണ് പഠിക്കാനുള്ളത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കൂടെ മനസ്സ് വെച്ചാൽ, നമ്മൾ ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല, നമ്മളും കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ടൊരു സ്മാർട്ട് വർക്കിലൂടെ നേടിയെടുക്കാവുന്നൊരു എക്സാമാണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സെറ്റ് കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടും നമ്മുടെ 60 ഡേയ്സിൻ്റെ ഒരു ക്രാഷ് ബാച്ച് നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ
സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിവിഷൻ സീരീസും അത് കണക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എക്സാം സീരീസുമാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് സ്മാർട്ട് വർക്ക് കാര്യം 60 ദിവസം കൊണ്ട് സെറ്റിൻ്റെ എൻ്റെ സിലബസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പിച്ചും പറയും നോ. പക്ഷേ നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവും. കുറേ വർഷത്തെ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ആ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഇമ്പോർട്ടൻസ് കുറഞ്ഞ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുകയും ചെയ്താൽ, അങ്ങനെ ഒരു സ്മാർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും നിങ്ങളും കൂടെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന ഒരു എക്സാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു എക്സാമിൽ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ സെമ്മിൻ്റെ ബാക്കി ഭാഗങ്ങളിലോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ സെമ്മിൻ്റെ പാർട്സ് ഒക്കെ പറഞ്ഞു, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടുകളെ പറ്റിയും പറഞ്ഞു. ഇനി നമ്മളുടെ വർക്കിംഗ് നോക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഇലക്ട്രോൺ ബീം, ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ബീമിനെ നമ്മൾ നമ്മുടെ സാമ്പിളിലോട്ട് ഫോക്കസ് ചെയ്യുകയാണ്. അങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യാണ്. നോക്കിക്കേ, പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാർഗറ്റിംഗ് എ ഫോക്കസിംഗ് ബീം ഓഫ് ഇലക്ട്രോൺസ് മൂവിങ് വിത്ത് ഹൈ കൈനറ്റിക് എനർജി ഓൺ എ സ്പെസിമെൻ. മനസ്സിലാവുന്നു? അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഈ ഒരു സ്പെസിമെനെ ഹൈ വാക്വത്തിലായിരിക്കും പ്ലേസ് ചെയ്തേക്കുന്നത്. അവിടെ നമ്മൾ ഹൈ കൈനറ്റിക് എനർജിയിൽ നമ്മളുടെ ഇലക്ട്രോൺ ബീംസിനെ ആ സ്പെസിമെനിലോട്ട് ഫോക്കസ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസ് നമ്മളുടെ സാമ്പിൾ സർഫസിനെ സ്കാൻ ചെയ്യുന്നു, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. മനസ്സിലാവുന്നു? അപ്പോൾ അങ്ങനെ അവിടെ എന്തൊക്കെ സംഭവിക്കാം? ഇൻട്രാക്ഷൻ നടക്കുമ്പം സ്കാറ്ററിങ് നടക്കാം, അവിടെ സെക്കൻഡറി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാം, ചിലത് സ്ലോ ഡൗൺ ചെയ്യാം, അങ്ങനെ ഹിറ്റ് ചെയ്തിട്ട് സർഫസിൻ്റെ ഇന്നർ പാർട്ടിലോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അവരുടെ ഇന്നർ ഇലക്ട്രോൺസുമായിട്ട് അവർ എന്ത് ചെയ്യാം? ഇൻട്രാക്ട് ചെയ്യാം. അങ്ങനെ പലതരത്തിലുള്ള റേസ് പ്രൊഡ്യൂസ് ചെയ്യാം. അവരെ നമ്മൾ ഡിറ്റക്ടറിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നു. നമ്മളുടെ ഇമേജ് അല്ലെങ്കിൽ സ്പെസിമെൻ്റെ ടോപ്പോഗ്രഫി, മോർഫോളജിയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുകയും ചെയ്യുന്നു. ഈ സെക്കൻഡറി ഇലക്ട്രോൺസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് മാഗ്നിഫൈഡ് ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് മോർഫോളജിയും ടോപ്പോളജിയും തമ്മിലുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അവിടെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സർഫസിൽ എന്തെങ്കിലും ക്രാക്സ് ഉണ്ട്, ക്യാവിറ്റീസ് ഉണ്ട്, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെമ്മ് തന്നെയാണ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നു? ഇനി ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ദ ഡിഫറൻസ് ഇൻ കോമ്പോസിഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട്, നമ്മുടെ സ്പെസിമെന് അവിടുത്തെ കോമ്പോസിഷൻ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് ഇതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ റിസർച്ച് ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ബയോളജിക്കൽ സാമ്പിളിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചും അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ മെറ്റാലിക് സാമ്പിൾസ് ആയിരുന്നാലും അവരുടെ എല്ലാം കേസിൽ നമുക്ക് ആ റിയാക്ഷൻ എത്ര നടന്നു, അല്ലെങ്കിൽ അവിടെ സർഫസ് റിയാക്ഷൻ ആണോ, കോറിൽ റിയാക്ഷൻ നടന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെം ഇമേജസ് വഴി മനസ്സിലാക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. ഇവിടെ ബീം ഓഫ് ഇലക്ട്രോൺസ് നമ്മളുടെ മൈക്രോസ്കോപ്പിൻ്റെ ഏറ്റവും ടോപ്പിൽ പ്രൊഡ്യൂസ്ഡ് ആവും. ഇലക്ട്രോൺ ഗണ്ണാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോൺ ബീംസ് എന്ത് ചെയ്യും? ഒരു വെർട്ടിക്കൽ പാത്തിലൂടെ നമ്മളുടെ മൈക്രോസ്കോപ്പിലൂടെ മൂവ് ചെയ്യും. അത് വാക്വത്തിലായിരിക്കും ഈ പാത്ത് പ്ലേസ് ചെയ്തേക്കുന്നത്. കാര്യം ഇലക്ട്രോൺ ബീംസിന് വാക്വത്തിലായിരിക്കും മൂവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത്. ഈ ബീം എന്ത് ചെയ്യും? പല പല സ്കാനിങ് കോയിൽസിലൂടെയും ലെൻസിലൂടെയൊക്കെ പാസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് എവിടെ എത്തും? നമ്മളുടെ സാമ്പിൾ അല്ലെങ്കിൽ നമ്മളുടെ സ്പെസിമെനിൽ നമ്മൾ ഫോക്കസ് ചെയ്യും. അങ്ങനെ ഈ ബീം സാമ്പിളിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഇജക്ഷൻസ് അവിടെ നിന്ന് നടക്കും. മോഗർ ഇലക്ട്രോൺസ്, എക്സ്റേസ്, ഇൻസിഡൻറ്റ് ബീംസ്, അത് നമുക്കൊക്കെ പ്രൈമറി ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ്, സെക്കൻഡറി ഇലക്ട്രോൺസ്, ഇങ്ങനെ പല കൈൻഡ് ഓഫ് റേസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇൻസിഡൻറ്റ് ബീം കണ്ടോ, സാമ്പിളിൽ വന്ന് പതിക്കുന്നു, അവിടെ പലതരത്തിലുള്ള ഇൻട്രാക്ഷൻസ് നടക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ബീംസ് നമുക്ക് പ്രൊഡ്യൂസ് ആവുന്നു. ഇതിന് ഓരോന്നിനെയും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എന്ത് ചെയ്യുന്നു? ഡിറ്റക്റ്റ് ചെയ്ത് നമ്മളതിൻ്റെ സ്റ്റഡീസ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തെല്ലാം ഇൻഫോർമേഷൻസ് ആണ് സെമ്മിൽ നിന്ന് കിട്ടുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മുടെ ടോപ്പോഗ്രഫി. ഇപ്പം നമ്മളൊരു സാമ്പിൾ എടുക്കും, നമുക്ക് വളരെ സ്മൂത്തായിട്ട് തോന്നുന്ന ഈ ഒരു സാമ്പിളിൽ പോലും ലാർജ് എമൗണ്ട് ഓഫ് ക്രാക്സ് ആൻഡ് ക്യാവിറ്റീസ് നമ്മൾ സെമ്മിലൂടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ സർഫസ് എങ്ങനെയാണ് മൈക്രോസ്കോപ്പിക്കലി വ്യൂ ചെയ്താൽ ആ സർഫസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ടോപ്പോഗ്രഫി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എൻ്റെ മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഇവിടെ
ഇവിടുത്തെയുള്ള പാർട്ടിക്കിൾസ്, ഇപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ് എടുക്കുവാണെങ്കിൽ ഈ ഒരു പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്താണ്, അതേപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് എന്താണ്, അവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്, പക്ക ഒരു റെഗുലർ അറേഞ്ച്മെൻ്റ് ആണ്, അത് അവർ തമ്മിൽ ലാർജ് ഡിസ്റ്റൻസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് എന്തിലൂടെ പറ്റും, നമുക്ക് സെമ്മിലൂടെ പറ്റും. ഇനി കോമ്പോസിഷൻ, എലമെൻറ്റിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാണ്, അത് കണക്ക് തന്നെ അവർ ഏത് പ്രപ്പോർഷനിലും റേഷ്യോയിലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെമ്മ് നമുക്ക് ഇൻഫോർമേഷൻ തരുന്നുണ്ട്. ക്രിസ്റ്റലോഗ്രാഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ സ്പെസിമെൻ്റെ ആറ്റം എങ്ങനെയാണ്, അവരുടെ ഡിഗ്രി ഓഫ് ഓർഡർ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെമ്മ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൊപ്പോഗ്രഫിയായി, മോഫോളജിയായി, കോമ്പോസിഷനായി, അതുപോലെ തന്നെ ക്രിസ്റ്റലോഗ്രാഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷനായി, ഇതെല്ലാം കളക്ട് ചെയ്യാനായിട്ട് സെമ്മ് വഴി പറ്റും. ഇത്രയൊക്കെയാണ് നമുക്ക് സെമ്മിൽ നിന്നുള്ള ഇൻഫോർമേഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സെമ്മിനകത്ത് നമ്മൾ ലൈറ്റിന് പകരം ഒരു ഫോക്കസ്ഡ് ബീം ഓഫ് ഇലക്ട്രോൺസ് യൂസ് ചെയ്യുന്നു. ആ ഇലക്ട്രോണും സാമ്പിളും കൂടെ എന്ത് ചെയ്യുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു. അവിടെ പലതരത്തിലുള്ള എമിഷൻസ് നടക്കുന്നു. ഈ എമിഷൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറ്റക്ട് ചെയ്യുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സെം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ക്വസ്റ്റ്യൻസ് അല്ലേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോൺ സോഴ്സ് പ്രൊവൈഡ് ദ ഹയസ്റ്റ് റെസൊല്യൂഷൻ ഇൻ സെം? നോക്കിക്കേ, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഫീൽഡ് എമിഷൻ ഗൺ ആണ്. നോക്കിക്കേ, നമുക്ക് പലതരത്തിലുള്ള ഇലക്ട്രോൺ സോഴ്സസ് ഉണ്ട്. ഇതിലേതാണ് നമ്മളുടെ സെമ്മിൽ ഏറ്റവും ഹയസ്റ്റ് റെസൊല്യൂഷൻ തരുന്നതെന്നാണ് ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഫീൽഡ് എമിഷൻ ഗൺ ആണ് നമുക്ക് വളരെ ഹൈ ആയിട്ടുള്ള റെസൊല്യൂഷൻ തരുന്നത്. മനസ്സിലാവുന്നു? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ സെം വൈ ആർ നോൺ കണ്ടക്റ്റീവ് സാമ്പിൾസ് ഓഫൺ കോട്ടഡ് വിത്ത് എ തിൻ ലെയർ ഓഫ് മെറ്റൽ? അപ്പം നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് സ്പട്ടറിങ്ങിനെ പറ്റിയിട്ടാണ്. നോൺ കണ്ടക്റ്റിംഗ് സാമ്പിൾ നമ്മൾ പറഞ്ഞു, നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള സാമ്പിൾസ് ആണെങ്കിൽ അതിലെ കൂടെ ഇലക്ട്രോൺ ബീം പാസ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ ആ ഇൻട്രാക്ഷൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള സാമ്പിൾസിനെ എന്ത് ചെയ്യും, കണ്ടക്റ്റിംഗ് ആയിട്ട് മാറ്റും. എന്ന് വെച്ചാൽ കണ്ടക്റ്റിംഗ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പട്ടർ കോട്ടറൊക്കെ യൂസ് ചെയ്തിട്ട്, ഗോൾഡൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്പട്ടറിങ് ചെയ്യും. അപ്പോൾ അതെന്തിനാണ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്താണ്, ടു മേക്ക് ദ സാമ്പിൾ കണ്ടക്റ്റീവ്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്, അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. ഓക്കെ, അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് സെം? നോക്കിക്കേ, സെം ഓപ്പറേറ്റ് അണ്ടർ ആംബിയൻ പ്രഷർ. SEM can provide 3D images of the sample. SEM uses light as its primary source of illumination. SEM cannot be used for non-conducting samples. എന്താണ് കറക്റ്റ് ആൻസർ? നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സെം എന്ന് പറയുന്നത് 3D ഇമേജസ് ഓഫ് ദ സാമ്പിൾ നമുക്ക് തരുന്നുണ്ട്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ സെം വാക്യൂത്തിലല്ലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മൾ ലൈറ്റ് അല്ല നമ്മുടെ പ്രൈമറി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോൺ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ബീംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നോൺ കണ്ടക്റ്റീവ് സാമ്പിൾസ് നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്നല്ല സെമ്മിൽ, അതിനെ നമ്മൾ കണ്ടക്റ്റിംഗ് ആയിട്ട് മാറ്റണം. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 3D ഇമേജസ് ഓഫ് ദ സാമ്പിൾ ആണ് നമ്മുടെ സെം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ദ റെസൊല്യൂഷൻ ഓഫ് എ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് പ്രൈമറി ലിമിറ്റഡ് ബൈ. നോക്കിക്കേ, ഇലക്ട്രോൺ വേവ് ലെങ്ത്, ക്വാളിറ്റി ഓഫ് ദ ഒപ്റ്റിക്കൽ ലെൻസ്, പ്രോബ് കറന്റ്, തിക്നെസ് ഓഫ് ദി സാമ്പിൾ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സെമ്മിൻ്റെ കേസിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ സാമ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മളുടെ ഇലക്ട്രോൺ ബീമാണ്. നമ്മളുടെ ഇലക്ട്രോണിൻ്റെ നോക്കിക്കേ, അപ്പോൾ അവിടുത്തെ ഇലക്ട്രോൺ ബീമിൻ്റെ വേവ് ലെങ്ത് ആണ് ഈ ഒരു റെസൊല്യൂഷന് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മുടെ ഒപ്റ്റിക്കൽ ലെൻസ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഫംഗ്ഷൻ. ഇനി പ്രോബ് കറന്റ് ആയിരുന്നാലും അതല്ല, തിക്നെസ് ഓഫ് ദ സാമ്പിൾ, ഇതൊന്നും സെമ്മിൻ്റെ റെസൊല്യൂഷനെ ബാധിക്കുന്നതല്ല. പക്ഷേ ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് എന്തിനെ ബാധിക്കും, നമ്മളുടെ സെമ്മിൻ്റെ എന്താണ് റെസൊല്യൂഷനെ ബാധിക്കും. മനസ്സിലായോ? ദ റെസൊല്യൂഷൻ ഓഫ് എ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് പ്രൈമറി ലിമിറ്റഡ് ബൈ ഇലക്ട്രോൺ വേവ് ലെങ്ത്. മനസ്സിലാവുന്നു? അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എ ആണ്, ഇലക്ട്രോൺ വേവ് ലെങ്ത് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിറ്റക്ടേഴ്സ് ഇൻ സെം ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് സെക്കൻഡറി ഇലക്ട്രോൺസ്? നോക്കിക്കേ, സെക്കൻഡറി ഇലക്ട്രോൺസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡിറ്റക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതാണ് അവിടെ നമ്മൾ പറഞ്ഞു. സെക്കൻഡറി ഇലക്ട്രോൺസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടേഴ്സ് ആണ്, അത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്താണ്, എനർജി ഡിസ്പെൻസീവ് എക്സ്റേസ് അല്ല, ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് അല്ല, സിൻഡിലേഷൻ ഡിറ്റക്ടേഴ്സ് അല്ല, സെക്കൻഡറി ഇലക്ട്രോൺ ഡിറ്റക്ടേഴ്സ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഡൗട്ട് അടിച്ച് തെറ്റിക്കാതിരുന്നാൽ മാത്രം മതി. മനസ്സിലാവുന്നു? അപ്പോൾ സെക്കൻഡറി ഇലക്ട്രോൺസ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. നോൺ കണ്ടക്റ്റിംഗ് സാമ്പിൾസിനെ കണ്ടക്റ്റീവായിട്ട് മാറ്റാനായിട്ടാണ് നമ്മൾ സെം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡാണ്, സർഫസ് അനലൈസിങ് ഇൻസ്ട്രുമെൻ്റൽ ടൂളാണ് നമ്മുടെ സെം എന്ന് പറയുന്നത്. സർഫസ് ടോപ്പോളജി, ഇപ്പം നമ്മളോട് ചോദിക്കാറുണ്ട് സർഫസിലെ ക്രാക്സും ക്യാവിറ്റീസും ഒക്കെ എന്താണ് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നത്, നമ്മുടെ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ്. അപ്പം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ പറ്റിയിട്ടൊക്കെ ഒരു ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ വേണം.
അപ്പം ഇതൊക്കെയാണ് നമുക്ക് സെമ്മിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. താങ്ക്